പക്ഷെ മുസ്ലിം മതസ്ഥർ അങ്ങനെയല്ല മക്കൾ. ഒരാൾ മതം വിട്ട് കഴിഞ്ഞാൽ പുറകെ നടന്ന് കല്ലെറിഞ്ഞ് അവനെ കൊന്നിട്ടേ അവരടങ്ങുള്ളൂ. ഈ തട്ട് ഉപേക്ഷിക്കാനുള്ള കാരണം എന്താ? സുരേഷ് ഗോപി RSSന്റെ കാര്യാലയത്തിലേക്ക് എറണാകുളത്തേക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് തൊട്ടിട്ടാട്ടോ എന്റെ കഷ്ടകാലം തുടങ്ങിയത്. ഒരാണും പെണ്ണും തമ്മിൽ കാണുന്നത് എന്തിനാണ്? ഇതിനു വേണ്ടിയിട്ടല്ലേ? നിനക്കറിയില്ലേ? അതൊക്കെ ചോദിക്കുന്നത്. അത് ഓന്റെ അമ്മനെ കാണുന്നത് അങ്ങനെയായിരിക്കും. പലരും ചോദിച്ചൊരു കാര്യമുണ്ട്, കണ്ണനെ വിട്ട് മുത്തപ്പനെ പിടിച്ചോ. എന്റെ നാട്ടിലുള്ള ഒരു ചെങ്ങായി അതിന്റെ താഴെ വന്ന് കമന്റ് ഇട്ടു, മുത്തപ്പന്റെ ദേഷ്യമ തൂങ്ങണ്ട എന്ന് പറഞ്ഞു. ഈ ഗുരുവായൂരിൽ നടന്നിട്ടുള്ള ആ ഒരു റീൽസ് ചിത്രീകരണമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പിന്നീട് വന്നിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടല്ലോ, അതിന് പിന്നിൽ RSS ആണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും RSS BJP എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആൾക്കാര് നിരന്തരം അരുണിന് ഞാൻ കല്യാണം കഴിക്കുന്നെന്ന്. ഞാൻ അവനെ കല്യാണം കഴിക്കുന്ന ഈ നാട്ടുകാർക്ക് എന്താ? ഈ കോടതി വിധി നിലനിൽക്കെ തന്നെ അവിടെ ഒരു റീൽസ് ചിത്രീകരണം അത് വേണമായിരുന്നോ എന്ന് തോന്നിയോ? പൊന്നാര മക്കളെ, ഞാൻ അങ്ങനെ ഒരു റീൽ എടുത്തിട്ടില്ല. ഈ പട്ടികൾ പല സ്ഥലത്തു നിന്നും കുരയ്ക്കും. അതിനൊക്കെ നമ്മൾ പ്രതികരിക്കാൻ പോയാൽ നമുക്ക് അതിനല്ലേ നേരുണ്ടാവും. നമ്മുടെ തൊട്ടടുത്തുനിന്നാണ് പട്ടി ഒരയ്ക്കുന്നതെങ്കിൽ ഒരു കല്ലെടുത്തെറിയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? 10ഉം 15ഉം വയസ്സായ മക്കൾ ഇട്ടേച്ച് വേറൊരുത്തൻ്റെ ഒരു ഓട്ടോ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിയവള് എന്നെ നന്നാക്കാൻ വരിക. എൻ്റെ മോനും മോളും മരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ നിരന്തരം ഇങ്ങനെ വീഡിയോ ചെയ്തോണ്ടിരിക്കുക ചെയ്യുന്നത്. ലസിത പാലക്കൽ. ജസ്ന, നിന്റെ കുട്ടി മരിക്കാൻ 5 സെക്കൻഡ് മതി. ഈ ലസിതക്ക് 2 മക്കളുണ്ട്. കിളവൻ ആയിട്ടുണ്ട് എൻ്റെ വാപ്പ. എൻ്റെ ഭാഗ്യം. അല്ലാതെ ഞാൻ നാളെ എൻ്റെ വാപ്പന്റെ കൂടെ നടന്നിട്ടുണ്ടായെങ്കിൽ എന്തായിരുന്നു പറയാ? ഞാൻ ഒരുപാട് പല സ്ഥലങ്ങളിൽ നിന്നും പല ഉപദ്രവങ്ങൾ ഞാനും എൻ്റെ മകനും ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഈ തട്ടമായിരുന്നു. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ജസ്ന സലീമാണ്. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട്? സുഖല്ലേ? കണ്ടോളൂ, എന്നെ കണ്ണ് നിറച്ച് കണ്ടോളൂ. കാരണം എയറിൽ കയറാൻ വേണ്ടിയിട്ട് പോവാനും മണിക്കൂറുകൾ സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആവശ്യത്തിലധികം കണ്ടോളൂ, അത്രേ പറയാനുള്ളൂ. ജസ്ന, ഞാൻ ചോദിക്കട്ടെ, ജസ്ന സലീം ഈ ഒരു പേരാണോ ആക്ച്വലി പ്രശ്നം അവർക്ക്? എനിക്കറിയില്ല. ജസ്ന സലീം എന്നുള്ള പേരാണ്. ഈ ജസ്ന എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്നൊരു പേരാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എല്ലാവർക്കും വരുന്നതാണ്. സലീം എന്ന് പറയുന്നത് ഒരു മുസ്ലിം നാമധാരിയുടെ പേരാണ്. ആ പേരാണോ ഇനി എന്നെ തട്ടമായിരുന്നോ വിഷയം എന്നുള്ള എനിക്കറിയില്ല. തട്ടവും ഞാൻ അങ്ങ് ഉപേക്ഷിച്ചു. പക്ഷെ ഇവരാരും എന്നെ ഉപേക്ഷിക്കുന്നില്ല. എന്നോട് ഭയങ്കര മുഹബത്ത് ഇവർക്കൊക്കെ. ഇനി വിട്ടുപോകാൻ ഇവർക്ക് ആർക്കും പറ്റുന്നില്ലാന്നേ. എൻ്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയേ, എന്താ സ്നേഹം എന്നറിയോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇവർക്ക് ആർക്കും എന്നെ വിട്ടുപോകാൻ താല്പര്യമല്ല. കാരണം ഇവർ അത്രമേൽ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എൻ്റെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് അറിയണം. എന്നാലും നെഗറ്റീവേ ഇടുള്ളൂ കേട്ടോ. ഈ തട്ട് ഉപേക്ഷിക്കാനുള്ള കാരണം എന്താ? ഞാൻ ഒരുപാട് പല സ്ഥലങ്ങളിൽ നിന്നും പല ഉപദ്രവങ്ങൾ ഞാനും എൻ്റെ മകനും ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഈ തട്ടമായിരുന്നു. പിന്നെ അതിനെക്കാട്ടിലും ഉപരി എന്ന് വെച്ചാൽ എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത്. അത് 33 വയസ്സിൻ്റെ ഇടയിൽ എനിക്കോ എൻ്റെ ഭർത്താവിനോ എൻ്റെ ഭർത്താവിന് ഇന്നും സാധിച്ചിട്ടില്ല കേട്ടോ. സ്വന്തമായിട്ടൊരു വീടിന് ഇപ്പോഴും ലോണുണ്ട്, ഒരുപാട് പണി ബാക്കി കിടപ്പുണ്ട്. അതൊന്നും ഭർത്താവിന് പോലും സാധിച്ചിട്ടില്ല. പക്ഷെ അത് എനിക്ക് കൂളായിട്ട് 1.5 വർഷം കൊണ്ട് എനിക്ക് കണ്ണ് സാധിപ്പിച്ചു തന്നു. അപ്പോൾ ഞാൻ ഈ തട്ടമിട്ടതിൻ്റെ പേരിൽ വീണ്ടും കണ്ണനെ കുറിച്ച് ഇങ്ങനെ വെറുതെ, നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു കാര്യം പറയട്ടെ, മതം പറയുന്നല്ല. എല്ലാവരും പറയുന്നു മതം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തമ്മിൽ തെറ്റിക്കുന്നു എന്നൊക്കെ പറയുന്നു. ഞാനിത് മതം പറയല്ല. നിങ്ങൾ പ്രേക്ഷകർ തന്നെ പറഞ്ഞാൽ മാത്രം മതി. എൻ്റെ ഭാഗം ഞാൻ പറയാനുള്ളത് പറയാം. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി. ഒരു ഹൈന്ദവ ഏതെങ്കിലും മതസ്ഥര് മതം വിട്ടു എന്ന് വെക്കുക, ഇനി ക്രിസ്ത്യൻ മതസ്ഥരായിക്കോട്ടെ മതം വിട്ടു എന്ന് വെക്കുക, അവരെന്താ ചെയ്യുക? അവർ മതം വിട്ടിട്ടുണ്ട്, അവർ പോയിക്കോട്ടെ, ഓരോ ഇഷ്ടമാണെന്നേ പറയുള്ളൂ. പക്ഷെ മുസ്ലിം മതസ്ഥർ അങ്ങനെയല്ല മക്കളെ. ഒരാൾ മതം വിട്ട് കഴിഞ്ഞാൽ പുറകെ നടന്ന് കല്ലെറിഞ്ഞ് അവനെ കൊന്നിട്ടേ അവരടങ്ങുള്ളൂ. അതാണ് മുസ്ലിം മതസ്ഥർ. അപ്പം ഞാൻ തട്ടമിട്ടതിൻ്റെ പേരിൽ ഇങ്ങനെ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വീട് തന്നത് കണ്ണനാണ്, കാറ് തന്നത് കണ്ണനാണ്,
എനിക്ക് ഒരു സാധനം പ്രൈസ് ടാഗ് നോക്കാതെ മേടിക്കാൻ പറ്റിയത് കണ്ണൻ കാരണമാണ്. അപ്പം ഞാൻ ഈ തട്ടമിട്ടതിൻ്റെ പേരിൽ കണ്ണന് തെറി കേൾക്കണ്ട, എൻ്റെ വീട്ടുകാർക്ക് തെറി കേൾക്കണ്ട, തട്ടം അങ്ങ് ഉപേക്ഷിച്ചു. അപ്പോൾ പലരും വീഡിയോ ചെയ്യുന്നു, ഇവൾ തട്ടം ഉപേക്ഷിച്ചതിൽ ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവർ കുറ്റം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രശ്നമില്ലേ, ഇവർ അവിടെ നിർത്തണ്ടേ? വീണ്ടും 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 ജസ്ന എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടന്റ് ഇവരെടുത്തിടേണ്ട ആവശ്യമുണ്ടോ? തട്ടം ഇവർക്കൊരു വിഷയമല്ലായിരുന്നെങ്കിൽ, ഞാൻ മതം വിടുന്നത് ഇവർക്കൊരു വിഷയമല്ലെങ്കിൽ വീണ്ടും വീണ്ടും എന്തിന് ഇവരെന്നെക്കുറിച്ച് സംസാരിക്കണം? അപ്പം നിങ്ങൾ പറ, ഞാൻ മതത്തെ പറഞ്ഞ് തെറ്റിക്കുകയാണോ അല്ലെ സത്യാവസ്ഥ തുറന്നു പറയുകയാണോ എന്നുള്ളത്? ഇങ്ങനെ ആളുകളൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ പറയുമല്ലോ, ജസ്റ്റിനെ കുറച്ചൊന്ന് നമുക്ക് എന്താ പറയുക, ഈ കണ്ണനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാം എന്നൊക്കെ, ആരാധനയൊക്കെ കുറയ്ക്കാം എന്നൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ബാപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബാപ്പക്ക് തട്ടം ഉപേക്ഷിച്ച സമയത്ത് ബാപ്പക്ക് പഴയ കണ്ണനോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ ആ ആരാധനയോ ഇഷ്ടമോ ഒന്നുമില്ല. ബാപ്പ പറഞ്ഞത് അത് വേണ്ടായിരുന്നു, തട്ടം ഉപേക്ഷിക്കേണ്ടായിരുന്നു, അത് ഭാവിയിൽ നിൻ്റെ കുഞ്ഞുങ്ങളെ ബാധിക്കും. എൻ്റെ കുഞ്ഞുങ്ങളുടെ പേര് പോലും കേൾക്കുമ്പോൾ, അപ്പോൾ താങ്കൾ എന്നോട് എൻ്റെ കുഞ്ഞിൻ്റെ പേര് ചോദിച്ചാൽ, അപ്പോൾ പുറത്തുനിന്നുള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും എൻ്റെ കുട്ടികളോട് പേര് ചോദിക്കുന്ന സമയത്ത് അവരേത് മതസ്ഥയാണെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ചോദിച്ചു പോകും. കാരണം എൻ്റെ മക്കളുടെ പേര് കേൾക്കുമ്പോൾ മതം പറയൂല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഈ ഗുരുവായൂരിൽ നടന്നിട്ടുള്ള ആ ഒരു റീൽസ് ചിത്രീകരണമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പിന്നീട് വന്നിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടല്ലോ, അതിന് പിന്നിൽ RSS ആണെന്ന് തോന്നുന്നുണ്ടോ, വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും RSS എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പം ഉദാഹരണം എങ്ങനെയാ പറഞ്ഞത്, നമ്മുടെ ഈ 5 വിരലുകളുണ്ടല്ലോ, ഇതിലേതെങ്കിലും ഒരു വിരൽ ഇയാളെ നുള്ളുകയോ പിച്ചയോ മാന്തുകയോ ചെയ്യുന്ന സമയത്ത് ഇയാൾ എങ്ങനെയാ പറയാ, ജസ്നയുടെ വലത്തെ കൈയുടെ ചൂണ്ടുവിരൽ എന്നെ നുള്ളി എന്ന് പറയോ? അങ്ങനെ പറയോ? അങ്ങനെയല്ലല്ലോ പറയാ. ജസ്ന എന്നെ തല്ലി, നുള്ളി, പറിച്ചു എന്നല്ലേ പറയാ. അതേപോലെ തന്നെ RSS BJP എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആൾക്കാർ നിരന്തരം ഇപ്പം 2 വർഷത്തിൻ്റെ അടുത്തായി എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അവർക്ക് എത്ര ഉപദ്രവിച്ചിട്ടും മതിയാവുന്നില്ല. അവരങ്ങനെ ചെയ്യുന്നില്ല. അവർക്ക് മതം വ്രണപ്പെടുന്നതാണ്. ഞാൻ ഗുരുവായൂർ കേക്ക് കട്ട് ചെയ്തതാണ് അവർക്ക് വിഷയം, അല്ലെ ഗുരുവായൂർ പോയിട്ട് റീൽസ് ചിത്രീകരിച്ചതാണ് ഇവർക്ക് വിഷയം എന്നൊക്കെ ഇവർ നിരന്തരം ഘോരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മതത്തെ വ്രണപ്പെടുത്താൻ ശ്രമിക്കുന്നത് കൊണ്ട്, ഒരു ഹൈന്ദവൻ്റെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയും സ്ത്രീകൾ പ്രതികരിച്ചത് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീകളോടൊക്കെ ഒരൊറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് മുത്തപ്പൻ്റെ വെള്ളാട്ട് കാണാൻ ഒരു ഭാഗ്യം കിട്ടി. അതോടൊപ്പം മുത്തപ്പൻ എന്നോട് സംസാരിക്കുകയും ചെയ്തു. അത് ഞാൻ പോസ്റ്റ് ചെയ്ത സമയത്ത് എൻ്റെ നാട്ടിലുള്ള ഒരു ചെങ്ങായി അതിൻ്റെ താഴെ വന്ന് കമന്റ് ഇട്ടു, മുത്തപ്പൻ്റെ ഡേശിമ തൂങ്ങണ്ട എന്ന് പറഞ്ഞ്. ആ ഡേശ് എന്താന്ന് പറയാ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാനത് എൻ്റെ നാട്ടുകാരനും എൻ്റെ കണ്ണിൻ്റെ മുമ്പിലുള്ളവനും ആയതുകൊണ്ട് ഞാൻ പോയി ചോദിച്ചു. ഞാൻ ശരിക്കും നിങ്ങൾക്ക് ആ വീഡിയോ എത്ര പേര് കണ്ടിട്ടുണ്ട്? 6 ലക്ഷം പേരെങ്ങാൻ ആ വീഡിയോ 2 ദിവസം കൊണ്ട് കണ്ടിട്ടുണ്ട്. അതിലെല്ലാവർക്കും കാണുമ്പം മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇവനെ കണ്ടപ്പോൾ ഷോക്കായിപ്പോയൊരു കാര്യമുണ്ട്. ഇവൻ കറുത്ത വസ്ത്രമാണ് ധരിച്ചത്. കാരണം അവൻ സാമിയാണ്. സാമിയായ ഒരുത്തന് മുത്തപ്പനെ കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പം ഈ ഹിന്ദുക്കളുടെ ആരുടെയും ഈ പറഞ്ഞ വിശ്വാസം വ്രണപ്പെട്ടില്ല. ഒരാളെങ്കിലും, ഒരൊറ്റ വ്യക്തിയെങ്കിലും അതിന് പ്രതികരിച്ച് എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടോ? ഇവന് ഒരു അയ്യപ്പൻ്റെ വേഷം ധരിച്ച്, അതും 11 മണിക്കൂർ മുമ്പ്, ഞാൻ ഓനോട് പോയി ചോദിക്കുന്നതിൻ്റെ 11 മണിക്കൂർ മുമ്പാണ് ഓൻ ആ വീഡിയോ ആ ഒരു കമൻ്റ് ഓനിട്ടത്. ഇവർക്ക് ഇവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന ആൾക്കാരോടാണ് ഇവർക്ക് ദേഷ്യമെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും സ്ത്രീകൾ എൻ്റെ നേരെ തിരിഞ്ഞപ്പോൾ അവൻ്റെ നേരെ തിരിയാതെ പോയത്? അപ്പം നിങ്ങൾ പറ, അവർക്ക് വ്യക്തിഹത്യയാണ് വേണ്ടത്. അവർ എന്നെ തരം താഴ്ത്തുക, എന്നെ അടിച്ചമർത്തുക,
എന്നെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുക. ഇത് 3 കാര്യവും വേണ്ടിയിട്ട് മാത്രമാണ് ഇവരിറങ്ങിയിട്ടുള്ളത്. അല്ലാതെ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ ഈ വിശ്വാസം വ്രണപ്പെടുന്നത് കൊണ്ടല്ല. വിശ്വാസം വ്രണപ്പെടുകയായിരുന്നേ മുത്തപ്പൻ എന്തോരം ഭക്തരാന്നുള്ളതെന്നറിയോ. മുത്തപ്പനോട് എനിക്ക് ഇത്ര ഫാൻസായി. പലരും ചോദിച്ചൊരു കാര്യമുണ്ട്, കണ്ണനെ വിട്ട് മുത്തപ്പനെ പിടിച്ചോന്ന്. ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് മുത്തപ്പനിൽ വിശ്വാസം വന്നു. ഞാനൊരു ആഗ്രഹം മുത്തപ്പൻ്റെ നടയിൽ പോയി പറഞ്ഞ് ആ ഒരു ദിവസം തീരുമ്പോഴേക്കും ആ ആഗ്രഹം സാധിച്ചു. ഞാൻ തന്നെ കണ്ണ് തള്ളിപ്പോയി നിൽക്കുന്നൊരു ഒരവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. അത്രമേൽ ഞാനും മുത്തപ്പൻ്റെ ഫാനായി. എനിക്കല്ലേ ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാലോ, നായി എന്ന് പറയുന്നത് നമ്മൾ കുട്ടിക്കാലം തൊട്ടേ ഒരു ഇഷ്ടക്കേടായിട്ട് കൊണ്ടുതന്നെ എടുക്കുന്നതല്ല. അങ്ങനെ എപ്പോഴും നായ്ക്കളുള്ളൊരു അമ്പലമാണെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പോകാനൊക്കെ ഒരു മടി ഉണ്ടാവുമല്ലോ. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് മുത്തപ്പൻ എൻ്റെ മനസ്സിലും ഇടം പറ്റി. അപ്പോൾ ആ മുത്തപ്പനെ പറഞ്ഞപ്പം വല്ലാതെ വിഷമം തോന്നി. എന്നിട്ട് ഒരുത്തിയും ഇറങ്ങിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ ഇടയിൽ അപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ടാവാം, അതായത് ഇപ്പോൾ ജസ്നേന് ഒരുപാട് ഇപ്പം ബാഡ് കമൻസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടാവും. പക്ഷേ അത് എന്താ പറയുക പോയി പ്രതികരിക്കാതെ ആ സമയത്ത് മുത്തപ്പനെ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും, അല്ലെങ്കിൽ മുത്തപ്പൻ്റെ പേരിൽ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അവിടെ പോയി ചീത്ത വിളിച്ചതും വീഡിയോ ഇട്ടതും ഒരു പ്രമോഷന്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ പേരിലൊത്തും ഒരു മതം ഉപയോഗിച്ചു, അതിൻ്റെ പേരിൽ പിന്നെയും മതത്തെ വ്രണപ്പെടുത്തി എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചു. ജസ്റ്റ് അത് ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിലോ? ഞാനൊരു കാര്യം പറയട്ടെ, എന്നെക്കുറിച്ച് വളരെ തോന്നിവാസം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മക്കളെക്കുറിച്ച് തോന്നിവാസം പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരാളിൽ വിശ്വാസം വരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് എന്തും ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ ഇയാൾക്ക് 10 ലക്ഷം രൂപേൻ്റെ ഡയമണ്ടിൻ്റെ ഒരു മാല മേടിച്ച് തരാം. പക്ഷെ നീ എന്നെ വിശ്വസിക്കുമോ? ഒരിക്കലും പറ്റൂല. ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ അനുഭവിക്കേണ്ട ഒരു സംഭവമാണ്. ഒരു ദിവസങ്ങൾ കൊണ്ട് എനിക്ക് മുത്തപ്പനോട് ഇത്രമേൽ ഇഷ്ടം തോന്നിയപ്പോൾ ആ മുത്തപ്പനെക്കുറിച്ച് അത്രമേൽ തോന്നിവാസം പറഞ്ഞത്, അതും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ഈ പട്ടികൾ പല സ്ഥലത്ത് നിന്നും കുരയ്ക്കും, അതിനൊക്കെ നമ്മൾ പ്രതികരിക്കാൻ പോയാൽ നമുക്കതിനല്ലേ നേരമുണ്ടാവും. നമ്മുടെ തൊട്ടടുത്തു നിന്നാണ് പട്ടി കുരയ്ക്കുന്നതെങ്കിൽ ഒരു കല്ലെടുത്തെറിയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അതിൽ എനിക്ക് ഇവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ചെയ്യേണ്ടത്, എന്നോട് പലരും വിളിച്ച് ചോദിച്ചിട്ടുണ്ടായി, അവൻ്റെ കരണം നോക്കിയിട്ടൊന്ന് പൊട്ടിക്കണ്ടായിരുന്നോ? ഞാൻ ചെയ്യായിരുന്നത്. പക്ഷെ അവൻ്റെ വേഷം അത് എന്നെ കൊണ്ട് ചെയ്യാൻ അനുവദിപ്പിച്ചില്ല. ഞാൻ അവൻ്റെ ഫോണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, തന്നില്ല. കിട്ടി ഞാൻ എറിഞ്ഞ് ഞാൻ പൊട്ടിക്കായിരുന്നു. ബാക്കി വരുന്നെടുത്ത് വെച്ച് കാണുക. കാരണം എന്നെ പറഞ്ഞോ, എന്നെ അങ്ങ് ഇഷ്ടം പോലെ തോന്നിയ പറഞ്ഞ എന്നെ പറഞ്ഞു, എൻ്റെ മക്കളെ പറഞ്ഞു, എൻ്റെ മോനും മോളും മരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ നിരന്തരം ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. ലസിത പാലക്കൽ നിരന്തരം ഇങ്ങനെ ജസ്റ്റ് ഞാൻ നിന്റെ കുട്ടി മരിക്കാൻ 5 സെക്കൻഡ് മതി, നിന്റെ കുട്ടി മരിക്കാൻ 5 സെക്കൻഡ് മതി. ഈ ലസിതക്ക് 2 മക്കളുണ്ട്. ആ കുട്ടികൾ ചിലപ്പം വണ്ടിൻ്റെ ഉള്ളിൽ കുടുങ്ങാൻ ഒരു നിമിഷം പോലും വേണ്ടി വരൂല. കർമ്മ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടേ. അപ്പം ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ മോൻ ഈ ലിങ്ക് കണ്ടിട്ട് മോന് വളരെ വിഷമായി. മോനെക്കാട്ടിലും അവൻ അനിയത്തിനെ സ്നേഹിക്കുന്ന ഒരാളാണ്. ഓൻ പറഞ്ഞു, ഉമ്മ ഇതിങ്ങനെ വിട്ടാൽ പറ്റൂല. കാരണം ഒരുപാട് പരാതി ലസീതൻ്റെ പേരിൽ എൻ്റെ മോന് ചൈൽഡിൽ പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, പിന്നെ ഇവിടെ കളക്ടറേറ്റ് പരാതി കൊടുത്തു, കോടതിയിൽ നേരിട്ട് പരാതി കൊടുത്തു. എന്നിട്ടൊന്നും ഈ ലസിതക്ക് എന്ന് വെച്ചാൽ പാർട്ടിയുമായിട്ട് കളിക്കുന്നതുകൊണ്ട് ഒരുപാട് കേസുകളുണ്ട്. BJP പാർട്ടിയാണ്. അവരൊക്കെ ആണെങ്കിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവർക്ക് പാർട്ടി മുഖാന്തരം കുറേ 10-48 കേസ് ഉണ്ടോലെ. അപ്പം ഇവർക്കൊക്കെ വക്കീല് പാർട്ടിക്കാരങ്ങ് റെഡിയാക്കി കൊളിവളൊന്ന് പോയി ഹാജരായി ഇങ്ങ് ഇറങ്ങിയാൽ മതി. അപ്പം ഇവർക്ക് ഈ കേസ് എന്ന് പറയുന്നത് പേടിയോ കൂശലോ ഉള്ള കാര്യമല്ല. അപ്പം ഇവളെ പേരിൽ കേസ് കൊടുക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ നീ കേസ് കൊടുത്തിട്ട് കാര്യമല്ല, നീ ഒരു കാര്യം ചെയ്യുക, അവൾ ഇന്ന സ്ഥലത്ത് മത്സരിക്കുന്നുണ്ട്, നാട്ടുകാരോട് പറ. അതിനും നിങ്ങൾ നോക്ക്, ഫുള്ള് നെഗറ്റീവ്. നീ ആദ്യം നിൻ്റെ ഉമ്മാനെ നന്നാക്കുക എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പയും ചിന്തിക്കുന്നില്ല, അത്രയും ഒരു കുഞ്ഞ് പറയണമെന്നുണ്ട്, ആ കുഞ്ഞിൻ്റെ മനസ്സ് എത്രമേൽ നൊന്ത് കാണും. ആള് മാസ്ക് വെച്ചിട്ടാ പറഞ്ഞത്. അത് മാസ്ക് ഞാൻ പറഞ്ഞല്ലോ, മാസ്ക് ഇടാതെ നടക്കുന്ന എൻ്റെ അവസ്ഥ ഇതാണ്. എൻ്റെ ഇപ്പം അരുണിന് സോഷ്യൽ മീഡിയ ബുള്ളിങ് ഉണ്ട്. ഇത് ഞാൻ ഇടയ്ക്ക് വെച്ച് ഞാനൊരു വീഡിയോ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ എൻ്റെ പാർട്ട്ണറാണെന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ലേ, എല്ലാവരും അരുണിന് ഞാൻ കല്യാണം കഴിക്കും തന്നെ. ഞാൻ അവനെ കല്യാണം കഴിക്കുന്ന ഈ നാട്ടുകാർക്ക് എന്താ
ഇനി എനിക്ക് ഇവർ പറയുന്നത് എന്താണെന്നറിയോ, സലീം ഇല്ലാന്ന്. സലീം ജീവനോടൊക്കെ ഇല്ലോ അല്ലേ, സലീം എന്നെ ഒഴിവാക്കിയിട്ടുണ്ടോ അല്ലേ, പിന്നെ സലീമിൻ്റെ വീട്ടിലല്ലോ അല്ലേ ഞാൻ താമസിക്കുന്നത്, അരുൺ എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടോ അല്ലേ. എന്തോ ആയിക്കോട്ടെ, ഇവർക്കൊക്കെ എന്താ, ഇവരാരെങ്കിലും ചിലവിന് തരുന്നുണ്ടോ? ഒരാൾ 1 രൂപ നമുക്ക് ഇത്രയും കാലമായിട്ട് ചിലവിന് തന്നിട്ടില്ല. പിന്നെ നമ്മുടെ കാര്യമൊക്കെ ഇവരെന്തിനു നോക്കേണ്ട ആവശ്യം? അരുണിനെ ഞാൻ വിവാഹം കഴിക്കേ, അല്ലെ സലീമിനെ ഞാൻ ഡിവോഴ്സ് ചെയ്യേ, അല്ലെ സലീം ജീവിച്ചിരിക്കായേ, സലീം ജീവിച്ചിരിപ്പില്ലേ ഞാൻ വിധവാ പെൻഷൻ വാങ്ങിക്കോളൂ. ഞാൻ അവരോട് ആരോടെങ്കിലും പറയുന്നുണ്ടോ എനിക്ക് വിധവാ പെൻഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫോമൊന്ന് ഫില്ല് ചെയ്ത് തരാൻ വരുമെന്ന്? പറയുന്നില്ലല്ലോ. പിന്നെ ഇതൊക്കെ ഇവരെന്തിനാണ് എൻ്റെ കാര്യം ഓർത്ത് ബോധേടാവുന്നത്? അവർക്ക് അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനുണ്ടാവും. അവരുടെ വീട്ടിൽ ചിലപ്പോൾ ഒരു പക്ഷേ കറണ്ട് ബില്ല് പോലും അടച്ചിട്ടുണ്ടാവില്ല, ഫ്യൂസ് ഊരാൻ ചിലപ്പോൾ നാളെ വന്നെന്ന് വരും. അപ്പം അതവർ ചിന്തിക്കാതെ ജസ്റ്റിന് അടുത്ത വീഡിയോ എന്തിടുന്ന് അതൊന്നും അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആകാംക്ഷഭരിതമായിട്ട് ഇതും പിടിച്ച് കുത്തിരിക്കുന്ന മനുഷ്യന്മാരാണ്. ആദ്യം സ്വന്തം വീട് നന്നാക്കിയിട്ടേ നാട് നന്നാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലേ? അതൊക്കെ ഈ ലസിത പാലക്കൽ എന്നുള്ള അവളെപ്പോലെയുള്ള ആൾക്കാരോട് പറയണം. സ്വന്തം വീട് ഈ ലസിത ഉണ്ടല്ലോ, എൻ്റെ കുഞ്ഞ് മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവള് 10ഉം 15ഉം വയസ്സായ മക്കളിട്ടേച്ച് വേറൊരുത്തൻ്റെ ഒരു ഓട്ടോ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിയവള് എന്നെ നന്നാക്കാൻ വരിക. എങ്ങനെയുണ്ട് നിങ്ങളെന്നൊന്ന് പറ. സ്വന്തം മക്കളെ ഒഴിവാക്കിയിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോയ ഒരുത്തി എന്നെ നന്നാക്കാൻ വേണ്ടിയിട്ട് വരുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? ഞാൻ അരുണിൻ്റെ കൂടെയോ സലീമിൻ്റെ കൂടെയോ ഇനിയിപ്പോൾ ആരുടെ കൂടെ വേണ്ട നിങ്ങളുടെ കൂടെ വന്ന് ക്യാമറമാൻ്റെ കൂടെ ഞാൻ പോകാന്ന് വെക്കുക, എന്നാലും വേണ്ടിയില്ല, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ടേ പോവുള്ളൂ. ഇവള് സ്വന്തം കുടുംബത്തെ നോക്കാതെ നാട്ടുകാരെ പറ്റി കുറ്റം പറഞ്ഞിട്ട് നാട്ടുകാർക്ക് സേവനം ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല. ഇല്ലേ, നിങ്ങൾ തന്നെ പറ. ഈ കോടതി വിധി നിലനിൽക്കെ തന്നെ അവിടെ ഒരു റീൽസ് ചിത്രീകരണം അത് വേണമായിരുന്നോ എന്ന് തോന്നിയോ? പൊന്നാര മക്കളെ, ഞാൻ അങ്ങനെ ഒരു റീൽ എടുത്തിട്ടില്ല. ഞാനിതിന് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളൊക്കെ കണ്ടതായിരിക്കും, ഏഷ്യാനെറ്റ് ന്യൂസുകാരൊക്കെ കൊടുത്തത് എന്താണെന്നറിയോ, ജസ്റ്റിന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്ന്. കാരണം ഇവരെൻ്റെ സോഷ്യൽ മീഡിയ കിടന്ന് അരിച്ച് വിറക്കുക ചെയ്യുന്നത് ഈ വീഡിയോ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം എവിടുന്നും കിട്ടുന്നില്ല. കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ വേണ്ടേ? ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുക്കാറുണ്ട്, റോഡും വന്ന് എടുക്കലുണ്ട്, മഞ്ജുളാലിൻ്റെ മുമ്പ് നിന്ന് എടുക്കലുണ്ട്. ഇത് രണ്ടും എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ എല്ലാവരും ചോദിക്കും, ഭക്തി ഉണ്ടെങ്കിൽ എന്തിന് പിന്നെ ഈ റീൽസ് ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്യണം, പ്രാർത്ഥിച്ച് പോയാൽ പോരെ? എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, എനിക്ക് അതിൽ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് വീഡിയോ വേണം, എനിക്ക് അതിൽ നിന്ന് 10 രൂപ വരുമാനം കിട്ടുന്നുണ്ട്. അങ്ങനെ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ 10 രൂപ അവർ കൊണ്ടുതരട്ടെ. പിന്നെ അതല്ലാതെ വേറൊരു കാര്യം ചോദിക്കുന്നുണ്ട്, ഭക്തിയുള്ള ആൾക്കാർക്ക് വീട്ടിലിരുന്ന് കണ്ണനെ വിളിച്ചാൽ മതി. നന്ദനം സിനിമ കണ്ടിട്ടില്ലേ? ഒരുത്തി എന്നോട് പറഞ്ഞൊരു ഡയലോഗാ, നന്ദനം സിനിമ കണ്ടിയില്ലേ, അതിൽ നവ്യ നായരെ കാണാൻ വേണ്ടിയിട്ട് കണ്ണൻ എവിടെ, അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്, നീ നിന്റെ വീട്ടിൽ കുത്തിരുന്ന് വിളിച്ചോ, നിന്നെ കാണാൻ അവിടെ വരും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഗുരുവായൂർ നടയിലൊന്ന് പോയി നോക്ക്, എജ്ജാതി മനുഷ്യന്മാരായിരിക്കും ഉണ്ടാവുക. ഇവർക്കൊക്കെ വീട്ടിൽ കുത്തിരുന്ന് വിളിച്ചാൽ പോരെ? ഗുരുവായൂർ നടയിൽ വന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നത് എന്തിനാ? പ്രാർത്ഥിക്കാൻ. നമ്മുടെ മേല് വരുന്ന, നമ്മളിപ്പം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എന്നറിയില്ല, ദൃഷ്ടി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നല്ലത് പറഞ്ഞാലും ദോഷം പറഞ്ഞാലും ഒരു മനുഷ്യന് അത് ഏൽക്കുന്ന സംഭവമാണ്. നമ്മളുടെ എല്ലാ ദോഷങ്ങളും മാറി നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അമ്പലത്തിലും പള്ളിയിലൊക്കെ ഓരോരുത്തർ പോകുന്നത്. അല്ലാതെ പ്രഹസനം കാണിക്കാനോ മറ്റുള്ളവരുടെ പിന്നെ മതവികാരത്തെ വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ടോ അല്ല പോകുന്നത്. അത് അവരുടെ തെറ്റിദ്ധാരണയാണ്, തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഈ ലസിത പാലക്കൽ ഒരു പുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെണ്ണുങ്ങൾ, ഈ പുള്ള എന്ന് പറഞ്ഞിട്ടുള്ള പെണ്ണുങ്ങൾ അതിനെക്കാട്ടിയും വലിയ രസമാണ്. ഒരു ചെങ്ങായിയായിട്ട് ഇഷ്ടത്തിലായി, അവനെ കൊന്ന്, അതും 3.5 വയസ്സുള്ള ഒരു കൊച്ചിനെ ഇട്ടിട്ടാണ് ഇവള് പോയത്. അവനെയും കൊന്ന് ഞാനിപ്പോൾ വേറൊരുത്തൻ്റെ കൂടെ ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കുന്ന അവള് ഭർത്താവും കുട്ടിയുമായിട്ട് ജീവിക്കുന്ന എന്നെ ഉപദേശിക്കാൻ വരിക. ഇങ്ങനെയാ സ്ത്രീകള്. ഒരു സ്ത്രീയുടെ ശത്രു മറ്റൊരു സ്ത്രീയാന്ന് പറയുന്നത്
സത്യമായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ സലീം എങ്ങനെയാ പറയാ? അതായത് ജസ്നയുടെ കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ടീവ് ആണോ അതോ? ഇക്കാക്ക കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ ഒരു ചാനലുകാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചാനലുകാർ പറഞ്ഞു നമുക്ക് സലീം ഖാന്റെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവരാം, നമുക്കൊരു കോള് ചെയ്യാം, ഒരു കോള് ചെയ്തിട്ട് സലീം ഖാനോടൊന്ന് സംസാരിക്കാന്ന് പറഞ്ഞ് ആ പയ്യന് ഭയങ്കര, ഞാൻ പറഞ്ഞു വേണ്ട മോനെ, ഞാൻ അവനോട് 100 പ്രാവശ്യം പറഞ്ഞു വേണ്ട മോനെ, നീ അതിന് മുതിരണ്ട മോനെ, ഏയ് ഈ സലീം ഖാൻ ഞാൻ പറഞ്ഞാ കേൾക്കുന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓ ആയിക്കോട്ടെ. ഞാൻ ഫോൺ വിളിച്ച് അങ്ങേരുടെ അവന്റെ കയ്യിൽ കൊടുത്തു. അപ്പൊ കൊടുത്ത് കാക്കനോട് പറഞ്ഞു സലീം ഖാൻ നമ്മൾ ഇങ്ങനൊരു ബൈറ്റ് എടുക്കുക, അത് ഈ നെഗറ്റീവിനെയൊക്കെ മാറി കിട്ടുമെന്ന്. അപ്പൊ എടുക്കാൻ വയ്ക്കാക്ക പറഞ്ഞു എനിക്ക് തോന്നുകയല്ലേ ഈ നെഗറ്റീവ് മാറി കിട്ടുമെന്ന്, അതോളം പുതിയ ജാരനാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത കമന്റ് നിനക്ക് കാണാം. അതുകൊണ്ട് ഇനിയിപ്പൊ തൽക്കാലമൊക്കെ പുതിയ ജാരൻ ഉണ്ടാക്കി കൊടുക്കണ്ട, ഉള്ള ജാരന്മാരുമായിട്ടോട് മുന്നോട്ട് പോവട്ടെ എന്നാണ് ഇക്കാക്ക പറഞ്ഞത്. ഇക്കാക്കക്ക് ഇതൊരു വിഷയമുള്ള കാര്യമല്ല. കാരണം ഞാനിപ്പോ വേറൊരാളുടെ കൂടെയാണ് നടക്കുന്നത് വെച്ചാൽ അവനെന്നെ ജാരന് എന്തിനിടോ ഒക്കെ പോട്ടെ. ഞാൻ എൻ്റെ മോൻ്റെ കൂടെ ഒരു റീലിട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ മോന് ഭയങ്കര ഒരു വൈറലായ ഒരു വീഡിയോ ആയിരുന്നേ. അപ്പൊ ഇവരുടെ ഫേസ് കാണിക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത് ഞാൻ നിൽക്കുന്ന ഫീൽഡ് നിങ്ങൾക്കറിയാലോ, ഹിന്ദുവും മുസ്ലിമും ഒരുപോണം ശത്രുക്കളായിട്ട് നിൽക്കുന്ന ഒരു ഫീൽഡിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം അമ്മ കരയണമെന്നുണ്ടെ മക്കളെ നുള്ളിയാൽ മതി എന്ന് പണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഒരു കുട്ടീനെ ഒന്ന് നുള്ളിയാൽ മതി, അമ്മന്റെ നെഞ്ചു പെടയും. അത് വിചാരിച്ചിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ആരും ഉപദ്രവിക്കരുത് എന്ന് കരുതിയിട്ടാണ് ഇവരെ ഞാൻ സോഷ്യൽ മീഡിയന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാത്തത്. അതും പോരാത്തതിന് ഇവരുടെ സ്വതന്ത്ര സഞ്ചാരത്തിനും അത് ബാധിക്കും. ഇപ്പൊ ഇവര് ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ജസ്നയുടെ മോനല്ലേ, ജസ്നയുടെ മോളല്ലേ, ചിലപ്പോൾ സെൽഫി എടുക്കാൻ വരുന്നോലുണ്ടാവും, ചിലപ്പോൾ നല്ലത് പറയുന്നോലുണ്ടാവും, ചിലപ്പോൾ നിന്റെ ഉമ്മാൻ ഉപദേശിക്കുന്നു പറഞ്ഞോലുണ്ടാവും. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ അവനും ചിലപ്പം ബുദ്ധിമുട്ടായിട്ട് വരും, അവനും അത് പ്രതികരിച്ചെന്ന് വരും. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു മക്കളെ എൻ്റെ ഗുണ്ടകളായിട്ടല്ല വളർത്താൻ താല്പര്യം. അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇവരെ മാസ്ക് ഇടിച്ചിട്ട് മാത്രം ഞാൻ പുറത്തേക്കല്ല കേട്ടോ ഈ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരുന്നു. പുറത്ത് പോകുമ്പോൾ അവർ മാസ്ക് ഇടാറൊന്നുമില്ല. അപ്പം ഏതെങ്കിലും ഫംഗ്ഷന് പോവുകയാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് ക്യാമറാമാൻമാരോട് പറയും കുട്ടികളുടെ ഫോട്ടോ കവർ ചെയ്യരുത് കേട്ടോ എന്നുള്ളത്. അങ്ങനെ ഞാൻ മോൻ്റെ കൂടെ ഒരു റീല് പോസ്റ്റ് ചെയ്തു. അതിന് ഒരു ഷമീർ ഇട്ട കമന്റ് എന്താണെന്നറിയോ? അരുണ് മലക്ക് പോകാൻ മാല ഇട്ടപ്പോൾ പൊങ്കാല പേടിച്ചിട്ട് പുതിയൊരുത്തന മാസ്ക് ഇട്ട് ഇറക്കിയതാണ്. ഞാൻ പ്രസവിച്ച് ഞാൻ വളർത്തിയതും 10 മാസം സിസ്റ്ററുടെ മക്കളാണെങ്കിൽ എനിക്ക് ഇത്ര പ്രശ്നമല്ല, സിസ്റ്ററുടെ മോനാണ് എന്ന് പറയാമല്ലോ. എൻ്റെ ഉദരത്തിൽ വളർന്ന എൻ്റെ കുഞ്ഞിനെ പറ്റിയും എന്നെ പറ്റിയും ഇത്രമേൽ മോശം പറയുന്നുണ്ട്. അപ്പം ഇവരാരെപ്പറ്റിയും പറയില്ല. ഞാൻ എപ്പോഴും പറയും എന്തോ ഭാഗ്യത്തിന് എൻ്റെ വാപ്പക്ക് 66-67 വയസ്സുണ്ട്, ഒരു കിളവൻ ആയിട്ടുണ്ട് എൻ്റെ വാപ്പ. എൻ്റെ ഭാഗ്യം. അല്ലാതെ ഞാൻ നാളെ എൻ്റെ വാപ്പൻ്റെ കൂടെ നടന്നിട്ടുണ്ടായെങ്കിൽ എന്തായിരുന്നു പറയാ. ഇപ്പൊ ഒരുപാട് കോൾസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പം ഞാൻ 2-3 കോൾസുകൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്തത് ഇങ്ങനെ കണ്ടു. എനിക്ക് അവരൊക്കെ ചോദിക്കുന്നത് കേൾക്കുമ്പോഴും ഒക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുന്നു. അതായത് അയാൾ അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ആക്ച്വലി എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ അറിഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല് വേറെ ഏതോ ഒരു സ്ത്രീയുടെ ഫോട്ടോ വെച്ചിട്ട് എൻ്റെ നമ്പറും കൊടുത്തിട്ട് സർവീസ് അവൈലബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് നമ്പർ ആരോ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് അത് പല ഗ്രൂപ്പുകളിലും അത് പോകുന്നുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം ഈ ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു, എന്നോട് തോന്നിവാസം പറഞ്ഞ ഒരുത്തനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നേ. അത്രമേൽ തോന്നിവാസം പറഞ്ഞ ഒരുത്തനെ സപ്പോർട്ട് ചെയ്തിട്ട്. അപ്പൊ ഇവര് അത്രമേൽ തോന്നിവാസം പറഞ്ഞവനെ സപ്പോർട്ട് ചെയ്താൽ പോലും എന്നെ സപ്പോർട്ട് ചെയ്യൂല എന്നുള്ളതാണ് ഇവരുടെയൊക്കെ മൈൻഡ്. ഒരു മുസ്ലിം സ്ത്രീയാണ് ആ പെണ്ണുങ്ങള്. അപ്പം ഞാൻ ഇതൊക്കെ കോള് റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവരൊക്കെ നാട്ടിലെ മാന്യന്മാരായിരിക്കും, നാട്ടിലെയും വീട്ടിലെയും മാന്യന്മാരായിരിക്കും. അപ്പൊ ഇവരുടെ നമ്പർ അറിയാവുന്ന ആരെങ്കിലും ഒരാളെങ്കിലും എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇവരുടെ നാട്ടിലും വീട്ടിലും അറിയിക്കുമ്പം നാട്ടിലുള്ള മാന്യതയുടെ മുഖം അങ്ങ് മാറുമല്ലോ. അത് മാറിയിട്ടുണ്ട്. ഒരുത്തൻ എന്നോട് അങ്ങനെ വിളിച്ച് തോന്നിവാസം പറഞ്ഞിട്ട് ഓൻ്റെ ഭാര്യ വിളിച്ച് കരച്ചില്, ഇതൊന്ന് ഡിലീറ്റ് ചെയ്യോ, എൻ്റെ വീട്ടുകാരറിഞ്ഞിട്ട് നാണക്കേടാണ്. ഞാൻ അതും കൂടി എടുത്ത് അങ്ങ് പോസ്റ്റ് ചെയ്യരുത് ഈറ്റാ തോന്നിവാസം. ഇത് കണ്ടിട്ടെങ്കിലും എന്നെ ഒരാൾ വിളിക്കരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ എടുത്ത് പോസ്റ്റ് ചെയ്തത്. ഒരാണും പെണ്ണും തമ്മിൽ കാണുന്നത് എന്തിനാണ്?
ഇതിനു വേണ്ടിയിട്ടല്ലേ, നിനക്കറിയില്ലേ? ആ അതൊക്കെ ചോദിക്കുന്നത്. അത് ഓന്റെ അമ്മനെ കാണുന്നത് അങ്ങനെയായിരിക്കും. അല്ലാത്തവൻ അങ്ങനെ പറയോ? ഒരാണും പെണ്ണും കാണുന്നത് എന്തിനാന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്ന് ചോദിക്കുന്ന അവന്റെ അമ്മനെ അങ്ങനെയായിരിക്കും കാണുക. അല്ലാത്തവൻ ഒരിക്കലും അങ്ങനെ പറയൂല. അമ്മേനെ ദൈവതുല്യമായിട്ട് കണക്കാക്കുന്ന ഒരുത്തനും ഒരിക്കലും ഒരു സ്ത്രീനെ മോശമായിട്ട് കാണൂല. പണ്ട് എൻ്റെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. പണ്ട് സുരേഷ് ഗോപി RSSന്റെ കാര്യാലയത്തിലേക്ക് എറണാകുളത്തേക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് തൊട്ടിട്ടാട്ടോ എൻ്റെ കഷ്ടകാലം തുടങ്ങിയത്. അവിടെ വെച്ചിട്ട് സുരേഷ് ഗോപിക്ക് ഞാൻ 2 ഫോട്ടോയും കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും വീട് വെക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ 2 ഫോട്ടോ സുരേഷ് ഗോപിയാണ് മേടിച്ചത്. അപ്പൊ അവിടെ ഡോക്ടർ ആ പ്രതിമന്റെ അടുത്ത് നിന്നിട്ട് എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് അത് കഴിയുകയും കുറേ ആൾക്കാർ വളരെ നെഗറ്റീവായിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഞാൻ തിരിച്ചു അവർക്ക് കൊടുത്തൊരു മറുപടി ഉണ്ടായിരുന്നു. ഭാരതാമ്മയെ അമ്മയായിട്ട് കാണുന്ന ഒരുത്തനും ഒരു സ്ത്രീനെ കുറിച്ചും മോശമായിട്ട് പറയൂല എന്നുള്ളത്. പക്ഷെ അത് തെറ്റാണ് എന്നുള്ളത് യൂട്യൂബ് ചാനൽ തുറന്നപ്പം പലപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. ദിലീപേട്ടനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനും നെഗറ്റീവ് കമന്റ് വരുന്നുണ്ടായിരുന്നു. അല്ല, വേറൊരു തിട്ടുന്നുണ്ട് എന്നോട് കണ്ണനെ വാങ്ങിയതിന് ശേഷം. അതല്ല, മനോജ് കെ ജയനും ഭാര്യയും ഡിവോഴ്സ് ആയി, ഊർവശിയും ഡിവോഴ്സ് ആയി. അവര് ഡിവോഴ്സ് ആയിട്ട് ഏകദേശം 20 or 25 കൊല്ലം 20 കൊല്ലത്തിന്റെ പുറത്തെങ്ങാനായി. 13 വർഷമായിട്ടേ ഉള്ളൂ ഞാൻ ചിത്രം വരഞ്ഞു തുടങ്ങിയിട്ട്. ദിലീപേട്ടന് കൊടുത്ത് ഫോട്ടോ കൊടുത്തതിന് അതിനും ഈ പ്രശ്നമൊക്കെ വരുന്നതിന് മുമ്പായി ഞാൻ ദിലീപേട്ടന് ഫോട്ടോ കൊടുത്തിട്ടുള്ളത്. എവിടെയാണെങ്കിലും ഗുരുവായൂരപ്പൻ സത്യത്തിന്റെ മുമ്പിൽ മാത്രമേ നിൽക്കുള്ളൂ. ഇതിന്റെ സത്യാവസ്ഥ എന്താന്നുള്ളത് ഗുരുവായൂരപ്പനും ദിലീപിനും ഈ അതിജീവിതർക്കും മാത്രമേ അറിയുള്ളൂ. വേറൊരു മനുഷ്യനും അറിയില്ല. അത് കർമ്മ എന്നൊരു പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. ദിലീപ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപിന് 2 പെൺകുട്ടികളുണ്ട്. അവരിലാൽ കിട്ടൂല എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ എന്ത് ചെയ്തോ അത് നമുക്ക് ബലിക്കുന്നതിനെക്കാട്ടിലും കൂടുതലും നമ്മുടെ മക്കൾക്ക് ബലിക്കും. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എവിടെയും തല കുനിക്കേണ്ട ആവശ്യമല്ല, തല ഉയർത്തി തന്നെ ജീവിക്കാം. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം എവിടെയും തല കുനിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം കൂളായിട്ട് മിണ്ടാതിരുന്നില്ലേ, സത്യം വെളിച്ചത്ത് വന്നില്ലേ, അത്രേ ഉള്ളൂ. നമ്മൾ മിണ്ടാതിരിക്കും തോറും നമ്മുടെ നിരപരാധിത്വം തെളിയിച്ച് മുന്നോട്ട് വരും. ഇപ്പം എൻ്റെ നിരപരാധിത്വം ഒരുപാട് തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ കപടഭക്ത എന്നായിരുന്നു പറഞ്ഞത്. കപടഭക്തക്ക് ഒരിക്കലും ഉയർച്ച ഉണ്ടാവൂല, താഴ്ച മാത്രമേ ഉണ്ടാവൂ. പക്ഷേ ആ വിളി വന്ന അന്ന് തൊട്ടിട്ട് എനിക്ക് ഉയർച്ചകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതെന്നെ എനിക്ക് മനസ്സിലായി. കപടഭക്തയാണോ യഥാർത്ഥ ഭക്തയാണോ എന്നുള്ളത് കണ്ണൻ്റെ മണ്ണിൽ നിന്നിട്ടല്ലേ ഞാൻ പറയുന്നത്. കണ്ണൻ എനിക്ക് തെളിയിച്ചു തരുന്നുണ്ട്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.